നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. KCET ആൻഡ് എൻട്രൻസ് എക്സാംസ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും പല അപ്ഡേഷൻസും ലഭിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ KEയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ +2 മാർക്കുകൾ കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. CBSEയുടെയും ICSEയുടെയും റിസൾട്ടുകൾ വന്ന സമയത്ത് അവർ ലിങ്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും കുട്ടികളൊക്കെ തന്നെ അതുവഴി അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ കേരള റിസൾട്ടുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും ഇതിന്റെ അപ്ഡേഷൻസോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ KEയുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം നൽകിയിട്ടുണ്ട്. അഥവാ നിങ്ങൾ +2 മാർക്കുകൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങളെ പരിഗണിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ KCET എൻട്രൻസ് എക്സാംസ് എഴുതാനായിട്ട് കഷ്ടപ്പെട്ട് ബാംഗ്ലൂർ അല്ല കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോയതൊക്കെ വെറുതെ ആകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിന്റെ അപ്ഡേഷൻസ് എല്ലാം മനസ്സിലാക്കുവാനായിട്ടും ഇനിയും മുന്നോട്ട് വരുന്ന ഓരോ ഘട്ടങ്ങളിലും, കാരണം അലോട്ട്മെന്റ് പ്രോസസ്സുകളുടെ സമയമൊക്കെ ആകുമ്പോൾ നിരവധിയായിട്ടുള്ള സ്റ്റെപ്പുകളിൽ കൂടെ വേണം നമ്മൾ കടന്നു പോകുവാനായിട്ട്. അപ്പോൾ കോളേജ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുവാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ പല കുട്ടികളും നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു KEയുടെ ഗൈഡൻസ് ബാച്ച് നിലവിലുണ്ട്. ഓൾറെഡി ഇത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ മെമ്പേഴ്സിനെല്ലാം തന്നെ ഇതിന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഫോം ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ തന്നെ മുന്നോട്ട് വരുന്ന ഘട്ടങ്ങളിലൊക്കെ എല്ലാ സപ്പോർട്ടുകളും കോളേജുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ഏറ്റവും മികച്ച കോളേജുകൾ, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പോലെയുള്ള പല കോളേജുകളിലും തിരഞ്ഞെടുക്കുവാനായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളാണെങ്കിലും നിരവധി കുട്ടികൾക്ക് ഈ KE ഗൈഡൻസ് ഗ്രൂപ്പ് വഴി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെന്റ് ജോൺസ്, വൈദേഹി, അങ്ങനെയുള്ള ഫാദർ മുള്ളേഴ്സ് പോലെയുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് സഹായം കിട്ടിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും KCETയുടെ ഗൈഡൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല KCETയുടെ ഒപ്പം തന്നെ KE എക്സാം എഴുതിയേക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേങ്കിൽ +2 നല്ല ഹൈ സ്കോർ ചെയ്തിരിക്കുന്ന കുട്ടികളായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി കേരള ഗൈഡൻസും ഈ ഒരു മെമ്പേഴ്സിന് ലഭിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലേക്ക് ഒരു അഡ്മിഷൻ പോസിബിലിറ്റീസും അതോടൊപ്പം തന്നെ KE വഴി കർണാടകയിലേക്ക് ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും ഡൊണേഷൻ കൂടാതെ തന്നെ അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനിയും KCET ഗൈഡൻസ് ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ KCETയുടെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അപ് ടു ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സാംസ് എഴുതിയൊക്കെ വെറുതെ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ഏറ്റവും അവസാനം കേരളത്തിലേക്ക് അഡ്മിഷൻസ് കിട്ടാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ബാക്കി അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ചകഞ്ഞു നോക്കുന്നത്. ആ ഒരു സമയത്ത് പല ഘട്ടങ്ങളിലും പല സ്റ്റെപ്പുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ ലിസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം നിങ്ങൾ എടുത്ത എഫോർട്ടുകളൊക്കെ വെറുതെ വേസ്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് KCETയുടെ ഗൈഡൻസ് ബാച്ച് വഴി നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതാണ്. അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള മികച്ച മെഡിക്കൽ കോളേജുകളിൽ തന്നെ ഡൊണേഷൻസ് ഇല്ലാതെ കർണാടക ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഫീസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും സമയം കളയണ്ട, എത്രയും വേഗം തന്നെ ഗൈഡൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.